ടിങ്കു, നീ അവിടെ എന്തെടുക്കുക? ഗുഡ്. കാലത്തെ എക്സർസൈസ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെ. നീ ഇങ്ങ് വന്നേ. എന്താ മാമി? നാളെ സുരേഷിന് പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. ഡാഡിയും രവിയും നീയും കൂടാണ് പോകുന്നത്. അയ്യോ, സുരേഷ് ഏട്ടൻ വേണ്ടേ? വേണ്ട. പെണ്ണിന്റെ കുടുംബവും ചുറ്റുപാടുകളും അന്വേഷിച്ചറിയുന്നതിന് മുമ്പ് ചെറുക്കനും പെണ്ണും തമ്മിൽ കാണുന്ന സമ്പ്രദായമൊക്കെ അന്തസ്സുള്ള കുടുംബങ്ങൾക്ക് യോജിച്ചല്ല. പിന്നെ ഞാൻ നിന്നെ അയക്കുന്ന എന്തിനെന്നറിയോ? പെണ്ണ് കാണാൻ അല്ല. നിന്റെ ഡാഡി അവിടെ ചെല്ലുമ്പോ കൈ കിട്ടുന്ന സ്വീറ്റ്സ് ഒക്കെ വാരി തിന്നും, സിഗരറ്റ് വലിക്കും. അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാ. അക്കാര്യം ഞാനേറ്റു. പിന്നൊരു കാര്യം, നീ അവിടെ ചെന്ന് വിട്ടുതരങ്ങളൊന്നും വിളിച്ചു പോകരുത്. ഇവിടെ നിന്ന എന്റെ ലൈഫ് സ്പോയിൽ ആയത് തന്നെ. ഒരു സിനിമ നടനാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വല്ല പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചേരാന്ന് വെച്ചാൽ പൈസ ഇല്ല. ദൈവമേ, ഒരു കൊച്ചു കലാകാരന്റെ കൂമ്പളയുന്നു. ഒരുങ്ങിക്കോ. ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെ പെണ്ണ് കാണാൻ വരുന്നവരുടെ മുമ്പിൽ ഫാഷൻ പരേഡ് നടത്താൻ. ഈ ഏർപ്പാടിന് എന്നെ കിട്ടില്ല. വരുന്നവരുടെ ഓരോ വിഡ്ഢി ചോദ്യങ്ങളും നോട്ടവും. പെണ്ണിന് കോങ്കണ്ണുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ? ഞാനാണെങ്കിലേ ആദ്യം ചെറുക്കനെ കണ്ട് ഇഷ്ടപ്പെട്ടാലേ ചെറുക്കനെ പാർട്ടി വീട്ടിൽ കയറ്റു. കാര്യം വരുമ്പോ നീ അങ്ങനെ ചെയ്താൽ മതി. അതത്രേ ഉള്ളൂ. വിശ്വനാഥൻ, നമസ്കാരം. നമസ്കാരം. ഇരുന്നാട്ടെ. യാത്രയൊക്കെ സുഖമായിരുന്നു? അസുഖം വന്നേ പിന്നെ ആദ്യമായിട്ടാ ദൂരയാത്ര. ചേച്ചി, അവര് വന്നു തോന്നുന്നു. പാർട്ടി ഇങ്ങനെയുള്ള ഞാൻ നോക്കിട്ട് വരാം. നിങ്ങൾ ഫസ്റ്റ് ബെഡോ സെക്കൻഡ് ബെഡോ തേർഡ് ബെഡോ അന്വേഷിച്ചു എനിക്കെന്താ വേണ്ടത്? ഞാൻ കണ്ടിട്ട് നാളെ തിരിച്ചു കൊടുക്കും. അപ്പൊ കണ്ടാ മതി. ഓ, കൽപ്പനയായിരിക്കും. അതെ. ചെറുക്കനെ കുറിച്ച് അറിയാൻ ആകാംക്ഷയുണ്ടല്ലേ? അമ്മായി അച്ഛൻ കൊള്ളാം. ഒരു തറവാടിയുടെ എല്ലാ ലക്ഷണവും ഉണ്ട്. പിന്നെ കൂട്ടത്തിൽ കൊള്ളാവുന്നൊരു സ്ത്രീയുണ്ട്. ചേട്ടന്റെ ഭാര്യയാകാനാണ് സാധ്യത. പിന്നൊരു പൊടിപ്പയനുണ്ട്. അവനെ കണ്ടാലറിയാം ആളൊരു വട്ടുകേസാണെന്ന്. പിന്നെ ചേച്ചിയുടെ കാൻഡിഡേറ്റ് ഒരു മണ്ടൻസ് ലുക്കാണ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചേരും. അയ്യോ, ഇത് കേട്ട് ഹാർട്ട് ഫെയിലൊന്നാവണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. ചെറുക്കൻ നല്ല റൊമാൻറ്റിക് ഹീറോയെ പോലുണ്ട്. ഒന്ന് ചിരിച്ചേ. അപ്പൊ നമുക്ക് മധുരത്തിൽ ആരംഭിക്കാല്ലേ? ഡാഡിക്ക് മധുരം കഴിക്കാൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാര് പറഞ്ഞു? മമ്മിയുടെ ഓർഡറാ. എനിക്ക് ഷുഗറിന്റെ അല്പം കംപ്ലൈന്റോ? അത് സാരമില്ല, നല്ലൊരു കാര്യത്തിനാവുമ്പോ അല്പം മധുരമൊക്കെ കഴിക്കാം, അല്ലേ ഉള്ളേ? വേണ്ട വേണ്ട, താൻ കിട്ടുന്ന മധുരമൊക്കെ വാരി വലിച്ച് തിന്നാലേ എനിക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഇപ്പോഴേ എന്നാ വൈകിക്കണ്ട, തിരുവനന്തപുരം വരെ എത്തേണ്ടല്ലേ. മോളെ വിളിക്ക. നിന്നോട് ആരാടെ വീട്ടിൽ നോക്കി എഴുന്നേൽക്കാൻ പറഞ്ഞേ? മമ്മി പറഞ്ഞിട്ടോ? മുന്റെ മമ്മി ഓട്ടടോ, തന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പത്മാവതി അമ്മ അങ്ങനൊക്കെ പറയുന്നത്. മനുഷ്യനെ നാണം കെടുത്തിയില്ലേ? ഞാൻ ഭാര്യയുടെ അടിമയാണെന്നല്ലേ അദ്ദേഹം കരുതൂ. എടോ, എല്ലാ വലിയ വീടുകളിലെയും ഭർത്താക്കന്മാര് ഭാര്യമാരുടെ അടിമയായിരിക്കും. ഭാര്യയുടെ അടിമയാകുന്നൊരു സുഖമാണോ? കല്യാണം കഴിക്കാത്തത് എനിക്ക് എങ്ങനെ അറിയാം? അത്
പെൺകുട്ടികളായാൽ ഇങ്ങനെ അടക്കോ ഒതുക്കോ ഒക്കെ വേണം. മോളിരിക്കെ. ആ, ഞാനാണ് സുരേഷിന്റെ അച്ഛൻ. ഇത് അവന്റെ ചേട്ടന്റെ ഭാര്യ ഗീത. ആ, അതെന്റെ ഇളയ സന്തതി ടിങ്കു. പേര് ടിങ്കു എന്നാണെങ്കിലും സ്വഭാവം മങ്കിയുടെയാ. വലിയ സിനിമാ കമ്പക്കാരനാ. ആ, ഇത് സുരേഷിന്റെ അനിയൻ രവി, ഡോക്ടറാ. അപ്പൊ ചെറുക്കം വന്നില്ലേ? അല്ല, അവൻ വരായിരുന്നു. അപ്പഴാ ഇൻകം ടാക്സിന്റെ പ്രോബ്ലം. ലക്ഷക്കണക്കിന് വേറെ പ്രശ്നം പോകാതിരിക്കാൻ പറ്റുമോ? ഇൻകം ടാക്സിന്റെ പ്രോബ്ലം ഒന്നുമല്ല. ചെറുക്കൻ ആദ്യം പെണ്ണിനെ കാണാൻ പോകുന്നത് അന്തസ്സാടാണെന്നാ മമ്മി പറഞ്ഞത്. അതാ ചേട്ടൻ വരായിരുന്നത്. മതി മതി. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും. സംസാരിക്കട്ടെ. ഇവിടുത്തെ തോട്ടത്തിൽ കുറച്ച് നല്ലൊന്നും ചെടികൾ കണ്ടു. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാൻ പോവാം. ആട്ടെ. ആ, വന്നാട്ടെ. രവിക്കെന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എന്താ ഡോക്ടർ സാർ വല്ലാതെ വേർക്കുന്നത്? ഭയങ്കര ചൂട്. ഈ സമയത്ത് വേർക്കേണ്ട ചേച്ചിയാ. അല്ല, ഒന്നും ചോദിക്കാനില്ലേ? ഏതുവരെ പഠിച്ചു? എന്നെ ഏതാ സബ്ജക്ട്? മലയാളം. ഏത് കോളേജിലാണ് പഠിച്ചത്? സെയിന്റ്. സോറി മാഡം, നിങ്ങൾ എന്നെങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ? ചേച്ചിക്കും കൂടെ എന്തെങ്കിലും പറയാനൊരു അവസരം കൊടുത്തൂടെ? നിങ്ങൾ മണവളം ചെറുക്കിന് ഡമ്മിയായിട്ടല്ലേ വന്നത്? അപ്പൊ പിന്നെ ഞാനും ചേച്ചിയുടെ ഡമ്മി വന്നാൽ എന്താ തെറ്റ്? എന്തെങ്കിലും ഉച്ചത്തിൽ ചിരിക്കുന്നത്? എന്താ ചിരിച്ചൂടെ? ചിരിക്കാം. ഏതായാലും പെണ്ണ് കാണാൻ മമ്മി വരാതിരുന്ന ഭാഗ്യം. എങ്കിൽ ഈ ആലോചന ഇവിടെ വെച്ച് തീർന്നേനെ. ഭഗവാനേ. ഹലോ, ഈ ലോകത്തിലൊന്നും അല്ലെന്ന് തോന്നുന്നു. അടുത്ത മാസം പാർട്ടി ഇവിടുന്ന് ബാക്കപ്പ് ചെയ്യുമല്ലോ. ആര്? അങ്കിൾ പറഞ്ഞത് കൊളിച്ചിരുന്ന് കേട്ടിട്ട് പെണ്ണ് പൊട്ടങ്ങളി കളിക്കുന്നു. ഓടി